2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു എന്നെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ സുവിശേഷത്തിനെ പ്രസംഗിയായി, അപ്പോസ്തലനായി, ഉപദേഷ്ടാവായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സുവിശേഷത്തെ പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് മനുഷ്യനല്ല എന്നെ നിയമിച്ചിരിക്കുന്നത്, ഒരു സഭയല്ല എന്നെ നിയമിച്ചിരിക്കുന്നത്, ഒരു സംഘടനയല്ല എന്നെ നിയമിച്ചിരിക്കുന്നത്. എന്നെ നിയമിച്ചത് സർവശക്തനായ, സർവ ലോകാധിപതിയായ, പ്രൈസ് ദി ലോർഡ്, സകലത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. 1, പ്രസംഗിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2, അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. 3, ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് വളരെ വ്യക്തമായി അവിടെ എഴുതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യനുമല്ല സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞത്, ഒരു സഭയോ സംഘടനയോ അല്ല സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞത്. അത് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. ആ കർത്താവ് തന്നെയാണ് നിയമിച്ചത്. നീ സുവിശേഷത്തിന് ഒരു പ്രസംഗിയും, സുവിശേഷത്തിന് ഒരു ഉപദേഷ്ടാവും, സുവിശേഷത്തിന് അപ്പോസ്തലനുമായിരിക്കണമെന്ന് എന്നെ നിയമിച്ചത് ഈ സുവിശേഷത്തിന്റെ ഉടയവനായ ദൈവമാണ് എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നത്. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ സുവിശേഷത്തിനെ, ഹല്ലേലൂയ. 11-ാം വാക്യത്തിന്റെ ആരംഭം ഇങ്ങനെ കാണുന്നത്: ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയും. ആ സുവിശേഷത്തിനെ, ഏത് സുവിശേഷത്തിനെ? ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല സുവിശേഷങ്ങളും ഉണ്ട് ലോകത്ത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് അവിടെ. ഹല്ലേലൂയ. സർപ്പം നിങ്ങളെ ചതിക്കുമോ? ഹവ്വായെ ചതിച്ചതുപോലെ സർപ്പം നിങ്ങൾ ഉപായത്തിൽ ചതിച്ച് നിങ്ങൾ വഷളായി പോകുമോ എന്നുള്ളൊരു ഭയം പൗലോസ് അവിടെ പറഞ്ഞിട്ട് താഴെ പറയുകയാണ്: വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു സുവിശേഷവും വേറൊരു യേശുവിനെയും കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. വേറൊരു സുവിശേഷം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ കുറിച്ച് പറയുകയോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ. അപ്പോൾ വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഹല്ലേലൂയ. അപ്പോൾ വേറെ സുവിശേഷം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നു, ആ സുവിശേഷത്തിനെ, ഏത് സുവിശേഷത്തിനെ? അത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരു സുവിശേഷം അവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ തന്നെ സഭകളിൽ, ജനത്തിന്റെ മധ്യത്തിൽ വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞത് വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്. പക്ഷേ ഇവിടെ തിമോഥെയോസിനോട്, പ്രിയമകനായ തിമോഥെയോസിനോട് ദൈവത്തിന്റെ ആലോചന പറയുമ്പോൾ, ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി എന്നെ നിയമിച്ചിരിക്കുന്നു. ആ സുവിശേഷത്തിനെ, ഏതാണ് ആ സുവിശേഷം? ഹല്ലേലൂയ. ആ സുവിശേഷത്തിനാണ് ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നത്. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസംഗിയായിരിക്കുന്നത്. ആ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായ ദൗത്യം. ആ
ആ സുവിശേഷത്തെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ജോലി എന്ന് നമുക്ക് പറയാം, ജോലി. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ആ സുവിശേഷത്തിനെ ദൈവം എന്നെ ഒരു പ്രസംഗിയായി, ദൈവം എന്നെ ഒരു അപ്പോസ്തലനായി, ദൈവം എന്നെ ഒരു ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയോടും, ഈ ലോകത്തുള്ള സകല മനുഷ്യരോടും, ഈ ലോകത്തുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനത്തോടും സുവിശേഷം പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പൗലോസ്, പ്രൈസ് ദി ലോർഡ്, താൻ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കാണ് ആ ഉത്തരവാദിത്തം ദൈവം തന്നിരിക്കുന്നത്, സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. നമ്മുടെ ദേശത്ത്, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ സുവിശേഷത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ഏത് സുവിശേഷത്തിനെ? ആ സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സുവിശേഷത്തിനെ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സുവിശേഷം എന്ന് പറയുന്നത് അത് ഏത് സുവിശേഷമാണ്? ഹല്ലേലൂയ. നിങ്ങൾ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുമെങ്കിൽ ആ സുവിശേഷം ഏതാണ്? പൗലോസ് പ്രസംഗിച്ച സുവിശേഷം, പൗലോസ് ഉപദേഷ്ടാവായി പ്രസംഗിച്ച, അല്ലെങ്കിൽ ഉപദേശമായി പറഞ്ഞ ആ സുവിശേഷം, പൗലോസ് അപ്പോസ്തലനായി തീർന്ന ആ സുവിശേഷം. ഹല്ലേലൂയ. അത് ഏത് സുവിശേഷമായിരുന്നു എന്ന് നമുക്ക് 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ വേറൊരു സുവിശേഷമുണ്ട്. അന്ന് ജനങ്ങളുടെ മധ്യത്തിൽ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ പ്രസംഗം, അവരുടെ സുവിശേഷം വേറൊരു സുവിശേഷമായിരുന്നു, വേറൊരു യേശുവായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിൽ നിന്നും മാറിയിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പൗലോസ് ആ ദൗത്യം ഏറ്റെടുത്തപ്പോൾ തനിക്ക് ലഭിച്ച സംഗതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. പല പ്രാവശ്യം താൻ തടവറയിൽ അകപ്പെട്ടു, പല പ്രാവശ്യം അടികൾ ഏറ്റുവാങ്ങി, പല പ്രാവശ്യം നിന്ദിതനായി തീർന്നു, പല പ്രാവശ്യം തുറങ്കിൽ അടക്കപ്പെട്ടു, പല പ്രാവശ്യം കൈകളിലും കാലുകളിലും വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടു, പല പ്രാവശ്യം ന്യായാധിപതി സംഘത്തിന്റെ മുൻപിൽ അവൻ വിസ്താരിതനായി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മരണഭയം അവനെ പിടിച്ചിട്ടുണ്ട്. മരിച്ചു പോയി എന്ന് പറയത്തക്ക വിധത്തിൽ താൻ ആയിത്തീർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ സത്യസുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും എന്നുള്ളത് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ആ സുവിശേഷത്തിന് എന്ന് പൗലോസ് പറയുമ്പോൾ ഏത് സുവിശേഷം ആണ് പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് സുവിശേഷമാണ് പൗലോസിന്റെ സുവിശേഷം എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 9-ാം വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്കൊണ്ട് വിളിക്കുകയും ചെയ്തു, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയാൽ ഹല്ലേലൂയ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഹല്ലേലൂയ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗം എന്ന് പറയുമ്പോൾ ഏത് സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവരെ ഹല്ലേലൂയ വേറെ രീതിയിലേക്ക് മാറ്റുന്ന സുവിശേഷമല്ലായിരുന്നു പൗലോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. എന്താണ്? താൻ പ്രസംഗിച്ച, താൻ ഉപദേശിച്ച, താൻ അപ്പോസ്തലനായി തീർന്ന ആ സുവിശേഷം ഏതായിരുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മരണത്തെ
നീക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. മരണത്തെ നീക്കുന്ന സുവിശേഷം. 2, ഹല്ലേലൂയ, ജീവനെ തരുന്ന സുവിശേഷം. ജീവനെ തരുന്ന സുവിശേഷം. 3, അക്ഷയതയെ മാറ്റുന്ന സുവിശേഷം. നശിച്ചു പോകുന്ന, ഹല്ലേലൂയ, നാശത്തിലേക്ക് പോകുന്ന ആ അവസ്ഥയിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷം. അതാണ് താൻ പ്രസംഗിക്കുവാനായിട്ട് ഇടയായത്. ആ സുവിശേഷത്തിനാണ് താൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം ഏതായിരുന്നു? പൗലോസ് നിയമിക്കപ്പെട്ട, താൻ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതേത് സുവിശേഷമായിരുന്നു? മനുഷ്യനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുവിശേഷം മരണത്തിൽ നിന്നും നീക്കുവാനുള്ള ഒരു പ്രതിവിധിയാണ്. ഒരു പരിഹാരം നൽകുന്നതാണ് സുവിശേഷം. മരണത്തിന് പരിഹാരം. ഏത് മരണത്തിനെ? ഹല്ലേലൂയ. നിത്യമായ മരണത്തിൽ നിന്നും അക്ഷത മാറി ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഈ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നത്. ഈ സുവിശേഷമാണ് എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളത്. ഹല്ലേലൂയ. എപ്പോഴും അത്ഭുതങ്ങൾ, 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 അതിശയങ്ങൾ, അതിശയങ്ങൾ, അതിശയങ്ങൾ എന്ന് മാത്രം പറയുന്നത് അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ മരണത്തെ നീക്കുകയും, ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും. ഹല്ലേലൂയ. ജീവൻ, അക്ഷത എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്തൊരവസ്ഥ. ഇനി നാശമെങ്കിലും ഒരു കാര്യം ഇല്ല മനുഷ്യനെ സുവിശേഷത്തിനാൽ. ഈ സുവിശേഷമാണ് ലോകത്ത് പ്രസംഗിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഈ സുവിശേഷമാണ് ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത്. മരണത്തെ നീക്കുന്ന, നിത്യമായ മരണത്തിൽ നിന്നും ജനത്തെ വിടുവിക്കുന്ന, പാപസംബന്ധമായി ആകിയ പാപം ചെയ്ത മനുഷ്യനെ ആ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്നും വിടുവിക്കുന്ന നിത്യജീവനിലേക്ക്, നിത്യമായ ജീവനിലേക്ക്, അഴിയാത്ത ഒരു ജീവനിലേക്ക്, നാശമില്ലാത്ത ഒരു ജീവനിലേക്ക്, അക്ഷതയില്ലാത്ത ഒരു ജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അത് ഈ ഭൂമിയിൽ കടന്നു വന്ന് തൻ്റെ ജീവനെ യാഗമായി സമർപ്പിച്ചു. അത് മുഖാന്തരം മനുഷ്യനെ നിത്യജീവൻ എന്നുള്ള ആ പ്രതിഫലം അല്ലെങ്കിൽ ആ നിത്യജീവൻ എന്ന് പറയുന്ന അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്കല്ല. നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യജീവനെ കൊടുക്കുക. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ഷതയില്ലാത്ത, നാശമില്ലാത്ത, ഹല്ലേലൂയ, ജീവനിലേക്ക് മരണത്തെ നീക്കി. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ നിത്യമായ മരണത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സത്യവേദ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. മരണത്തിന് ശേഷം മനുഷ്യന് ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകം ഈ ലോകത്തുള്ളൂ. അത് സത്യവേദ പുസ്തകമായിരിക്കുന്നു. ആമേൻ. ആ പുസ്തകം വിളിച്ചു പറയുന്നു, നിത്യജീവനെ പ്രാപിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി, ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സുവിശേഷത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ജനങ്ങൾക്ക് രക്ഷ വേണം. അവർ നിത്യമായ നാശത്തിൽ നിന്നും അവർ മോചനം പ്രാപിക്കണം. അവർ ജീവനിലേക്ക് കടക്കണം. അക്ഷതയില്ലാത്ത ഒരു ജീവിതം, നാശമില്ലാത്ത ക്ഷയമുള്ള ആ ജീവിതം, സ്തോത്രം, ഹല്ലേലൂയ, അതിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ സുവിശേഷം പ്രസംഗിച്ച് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നിത്യമായ ഒന്നാണ് ആത്മാവ്. ഹല്ലേലൂയ. ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവനെ ഒന്നും ലഭിക്കുവാനായിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് അവന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്നും വന്നതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ആമേൻ. ആ ആത്മാവിന്റെ നിത്യത,
ആ ആത്മാവിന്റെ ജീവൻ ഹല്ലേലൂയ എവിടെ കൊണ്ട് ചെന്നെത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിനാലെ അത് അക്ഷതയില്ലാത്ത, അഴിഞ്ഞു പോകാത്ത, ക്ഷയമില്ലാത്ത നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ സുവിശേഷം പ്രസംഗിച്ച് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുവിശേഷകന്മാരായിരിക്കുന്ന ഞങ്ങൾ തെരുവുകളിലും ഭവനങ്ങളിലും മൂലയ്ക്ക് മുക്കിൽ നിന്നും ഈ സത്യസുവിശേഷം വിളിച്ചു പറയുന്നത്. വേറെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല, മനുഷ്യരിലുള്ള ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള ഒരേ ആഗ്രഹത്തോടെയാണ് ഈ വില കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നത്. സ്തോത്രം. പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയായിരിക്കുന്നു. ഏത് സുവിശേഷം? മനുഷ്യന്റെ മരണത്തെ നീക്കുന്ന, മനുഷ്യന് ജീവനെ തരുന്ന, അക്ഷതയെ വെളിപ്പെടുത്തുന്ന ആ സുവിശേഷത്തിന് പ്രസംഗിയായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിയമിച്ചിരിക്കുന്നതിനാൽ, എനിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നതിനാൽ അത് ഞാൻ പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മാവിന്റെ നിത്യത പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ആത്മാവിന്റെ നിത്യത നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ആ ജീവനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, മരണകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് സുവിശേഷം ആവശ്യമാണ്. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവനുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാകുമെന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഭാവിക്ക് മരണമാണ് ശിക്ഷ, അത് നിത്യമായ മരണമാണ്. ആ നിത്യമായ മരണത്തിൽ നിന്നും അവനെ മോചിക്കുവാനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ കേട്ടാലും കേൾക്കാതിരുന്നാലും സുവിശേഷം പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. കാരണം അത് മനുഷ്യന്റെ നിത്യതയെ തീരുമാനിക്കുന്ന ഒന്നാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ ഹല്ലേലൂയ അത്ഭുതങ്ങളെയും അതുപോലെ ആ രോഗസൗഖ്യം മാത്രം പ്രസംഗിക്കുന്നതല്ല സുവിശേഷം. അത്ഭുതങ്ങൾ മാത്രമല്ല സുവിശേഷം. നിനക്ക് വലിയ കാർ ലഭിക്കും, അല്ലെങ്കിൽ വലിയ വീട് കിട്ടും എന്നുള്ളതല്ല സുവിശേഷം എന്ന് പറയുന്നത്. അതെല്ലാം ലഭിക്കും, അതെല്ലാം രണ്ടാമത്തെ ഭാഗങ്ങളാണ്. ഒന്നാമത്തെ സുവിശേഷത്തിന്റെ പ്രത്യേകത, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യമായ ജീവനിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണം. വചനം പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്തു, എല്ലാ മനുഷ്യരും പാപികളെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. എല്ലാവരും പാപികളാണ്. ആ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ അവിടെ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. 9-ാം വാക്യത്തിൽ അവൻ നമ്മെ രക്ഷിക്കുകയും എങ്ങനെ രക്ഷിച്ചു? തന്റെ സുവിശേഷത്തിനാലെ, തന്റെ ജീവനാലെ, തന്റെ രക്തത്തിനാലെ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരുന്നത് കൊണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് മോചനം പ്രാപിപ്പാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ തന്റെ നിത്യജീവന് വേണ്ടി, തന്റെ മോക്ഷ പ്രാപ്തിക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചാലും അത് വിഫലമാണ്, സഫലമായി മാറുകയില്ല. പ്രവൃത്തികൾ കൊണ്ട് ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിപ്പാൻ കഴിയുകയില്ല. പ്രവൃത്തികൾ കൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ കഴിയുകയില്ല. അതിന് സുവിശേഷം ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ആ സുവിശേഷത്തിന് ജീവൻ കൊടുക്കുന്ന, അക്ഷതയെ കൊടുക്കുന്ന, ജീവനെ കൊടുക്കുന്ന, മരണത്തെ നീക്കുന്ന, രക്ഷിക്കുന്ന. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കുന്ന, നമുക്ക് ജീവൻ തരുന്ന, അക്ഷതയെ വെളിപ്പെടുത്തുന്ന, മരണത്തെ നീക്കുന്ന ആ സുവിശേഷം പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ആ സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. ആ സുവിശേഷത്തിലൂടെയേ ജനങ്ങൾക്ക് വിടുതലുള്ളൂ, ആത്മരക്ഷയുള്ളൂ, അവർക്ക് നിത്യജീവനെ ലഭിക്കുകയുള്ളൂ. പ്രവർത്തികളാൽ കാരണമല്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീങ്ങുകയും
ഹല്ലേലൂയ, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമോ? തീർച്ചയായും പ്രസംഗിക്കണം. സുവിശേഷം ആർക്കാണ് വേണ്ടത്? സുവിശേഷം നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക്, പാപത്തിൽ ജീവിക്കുന്നവർക്ക് സുവിശേഷം ആവശ്യമാണ്. കാരണം പ്രവർത്തികൾ കൊണ്ട് ആർക്കും മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് മോക്ഷപ്രാപ്തി വരിക്കാമെന്ന് വിചാരിക്കുന്നു. സാധ്യമല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിനാൽ മാത്രമേ നമ്മെ വിട്ടുവിക്കുവാനായിട്ട് കഴിയുള്ളൂ. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മാത്രമേ മനുഷ്യനെ പാപമോചനമുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ ഹല്ലേലൂയ നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതാ പൗലോസ് പറഞ്ഞ ആ സുവിശേഷത്തിന് വേറൊരു സുവിശേഷം അവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതൊരു പക്ഷേ വേറെ രീതിയായിരിക്കാം. അതാണ് പലരും പറയുന്നത് അവിടെ ഒരു സുവിശേഷം, ഇവിടെ ഒരു സുവിശേഷം. ഇല്ല, ആ സുവിശേഷത്തിന്, ഏ സുവിശേഷത്തിനെ ഇവിടെ അക്ഷത വെളിപ്പെടുത്തുന്ന, ജീവനെ വെളിപ്പെടുത്തുന്ന, മരണത്തെ നീക്കുന്ന, രക്ഷിക്കുന്ന സുവിശേഷത്തിനെ ഞാൻ പ്രസംഗിയായിരിക്കുന്നു. അത് ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്തേ പറ്റുകയുള്ളൂ. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, സകല സൃഷ്ടികളോടും ഹല്ലേലൂയ ശിഷ്യരാക്കി എൻ്റെ ഉപദേശങ്ങൾ അവരെ പഠിപ്പിക്കണം. കാരണം അതിലൂടെ മാത്രമേ മനുഷ്യനെ ഒരു ജീവൻ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മരണമില്ലാത്തൊരു ജീവൻ, തൻ്റെ ആത്മാവിന് രക്ഷ. അല്ലാതെ പ്രവർത്തികൾ കൊണ്ട് സാധ്യമല്ല. പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തിനെ ദൈവം ഒരു പ്രസംഗിയായി എന്നെ നിയമിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്കൊരു നിയമനം ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നല്ല ഹല്ലേലൂയ കടമയെ ദൈവം തന്നിരിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാൻ കാരണം അതാണ്. എല്ലാ മനുഷ്യനും സുവിശേഷമാണ് ആവശ്യം. ഹല്ലേലൂയ. തൻ്റെ പാപജീവിതത്തിൽ നിന്നും ഒരു മോചനം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. മനുഷ്യനായി ജനിച്ച സകലരും, എല്ലാ ജാതിയിൽപ്പെട്ട, എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നിയമിച്ചതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു. കാരണം ആ സുവിശേഷത്തിനെ ദൈവം എന്നെ നിയമിച്ചു. ഏതാണ് സുവിശേഷം? വിടുവിക്കുന്ന, മരണത്തെ നീക്കുന്ന, ജീവനെ തരുന്ന, അക്ഷതയെ വെളിപ്പെടുത്തുന്ന ആ നിത്യസുവിശേഷത്തിൻ്റെ വക്താക്കളായി തുടരുവാൻ കാരണം അത് മനുഷ്യനെ ആവശ്യമുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും ആ നിത്യമായ ജീവൻ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ, യേശുവിനെ സ്വീകരിച്ച് സുവിശേഷത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഇടവരുത്തുമാറാകട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം.